في اللقد ومن شر حاسد إذا حسد يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗ്ഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്ന, ഭക്ഷണം നൽകിയിരുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മുറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. സുഖമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇജ്തനിബു സബഅൽ മൂബിഖാത്ത്, 7 വൻപാപങ്ങളെ നിങ്ങളിൽ ഒഴിവാക്കുക, അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, മാഹിയ യാ റസൂലല്ലാഹ്, അതെന്തൊക്കെയാണ്? അപ്പൊ നബി തങ്ങൾ അത് വിശദീകരിച്ചു. ഒന്നാമത്തത് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിനോട് ഒരു വസ്തുവിനെ പങ്കു ചേർക്കുക. എന്താണ് ശിർക്ക് എന്നതിനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചതാണ്. രണ്ടാമത്തെ വൻ പാപമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണുന്നത് അസ്സിഹ്റു, സിഹ്റിനെയാണ്. ബ്ലാക്ക് മാജിക് എന്ന് ഇംഗ്ലീഷിലും, കൂടോത്രം, അതേപോലെ മാട്ട്, മാരണം എന്നൊക്കെ പഴയ കാലങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു വാക്യത്തിന്റെ അറബി പദമാണ് സിഹ്ർ എന്ന് പറയുന്നത്. ഇത് ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ല, അതിനെ സമീപിക്കാൻ പാടില്ല. അത് ചെയ്യുന്നവൻ ആ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നൊക്കെയുള്ള ഹദീസുകൾ കാണാം. 7 വൻപാപങ്ങളിൽപ്പെട്ട ഒരു രണ്ടാമത്തെ പാപമായിട്ട്, ഏറ്റവും വലിയ പാപം ശിർക്കാണെങ്കിൽ രണ്ടാമത്തെ പാപം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള സിഹ്ർ ചെയ്യലാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ഭാഗത്ത് സിഹ്റിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വളരെ വിശാലമായി കൊണ്ട് തന്നെ അതിന്റെ ആവിർഭാവം, അത് മനുഷ്യൻ ആരിൽ നിന്നാണ് പഠിച്ചത്, മനുഷ്യർക്കാരാണ് പഠിപ്പിച്ചത് എന്നൊക്കെ സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തിലൂടെ, വളരെ വിശാലമായ ആയത്തിലൂടെ അല്ലാഹു തആല ഈ സിഹ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. പിശാചുക്കളാണ്, ജിന്നുകളാണ് അത് മനുഷ്യരെ പഠിപ്പിച്ചത്. അതിലൂടെ മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കുന്ന ഒരുപാട് രീതികളുണ്ട്. ഇതൊക്കെ വിശദീകരിക്കുന്ന ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത്. അതിന്റെ വ്യാഖ്യാനത്തിൽ ഒരുപാട് വിഷയങ്ങൾ കാണാം. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ സാദുൽ മആദ് പോലെയുള്ള കിതാബുകളിൽ, ഇബ്നു ഖയ്യിം പോലെയുള്ള പണ്ഡിതന്മാർ ഇതിന് 8ഓളം ഇനങ്ങൾ, 8 വിഭാഗങ്ങൾ സിഹ്റിനെ കുറിച്ച് പ്രതിപാദിക്കുകയും ഈ രീതിയിലൊക്കെ അത് ചെയ്യാം, ആളുകളെ ഉപദ്രവിക്കാം എന്ന് വിശദീകരിക്കുന്നതായിട്ടൊക്കെ കാണാം. ആ വഴിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇങ്ങനെ പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട്, ജിന്നുകളെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനെയും അവന്റെ ജീവിതത്തെയും അവന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഒക്കെ തകർക്കുന്ന, അവനെ മാനസികമായി മരണത്തിലേക്ക് പോലും കൊണ്ടെത്തിക്കുന്ന ഒരു ദുഷ്പ്രവൃത്തിയാണ്, വളരെ മാരകമായിട്ടുള്ള ഒരു തിന്മയാണ് സിഹ്ർ എന്ന് പറയുന്നത്. നേരിട്ട് ചെയ്യൂല, പിശാചിനിലൂടെ ഒരു മനുഷ്യന് ഉപദ്രവം ഏൽപ്പിക്കുക, ഇതാണ് സിഹ്ർ. ഇത് വലിയ പാപമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇങ്ങനെ ഒരു സാധനമില്ല എന്നുള്ളതിലൊക്കെ ഒരുപാട് തർക്കങ്ങൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ നടന്നിരുന്നു. എന്നാൽ ഇതിനെ നിഷേധിച്ചിരുന്ന ആളുകൾ തന്നെ അത് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പല സംഘടനകളൊക്കെ പല വിഭാഗങ്ങളായി മാറിയതായ യാഥാർത്ഥ്യവും നമുക്കറിയാം. അതെന്തോ ആവട്ടെ,
ഇങ്ങനെയുള്ള ചില പ്രവൃത്തികൾ ഈ ലോകത്തുണ്ട്. പിശാചുക്കളെ, ജിന്നുകളെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കാം. അത് സത്യമാണ്. ഖുർആനാണ്, ഹദീസാണ് അതിന്റെ നമുക്കുള്ള അവലംബം. അതിന്റെ വഴികളും അതിന്റെ രീതികളും ഒന്നും നമുക്ക് പറയുന്നതിലും കേൾക്കുന്നതിലും അത്ര നന്മയില്ലാത്തത് കൊണ്ട് ആ വഴിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കാം, മാനസികമായിട്ട് തളർത്താം, അതേപോലെ അവന്റെ കച്ചവടത്തിനെ മുടിപ്പിക്കാം. ഇങ്ങനെയൊക്കെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇതിനൊക്കെ നമുക്ക് ഹദീസുകളിലും ആയത്തുകളിലും തെളിവുകളുണ്ട്. ഇങ്ങനെയൊക്കെ പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട് പറ്റും. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള പിശാചിന്റെ ഉപദ്രവമൊന്നും അവന് ഏൽക്കില്ല. അതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന യഥാർത്ഥം. ഈ സിഹിറിന്റെ പേരിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഒരുപാട് ചൂഷണങ്ങളും ഒരുപാട് പീഡനങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു രോഗം വന്നാൽ അത് ആരോ ചെയ്തതാണ്, അത് കുടുംബങ്ങളിൽ ആരോ ചെയ്തതാണ്. ഏതോ ഒരാളെടുത്ത് പോയ സമയത്ത് അയാൾ പറഞ്ഞു കൊടുത്തു ഇന്ന ആള് ചെയ്തതാണ്. ഇത് പറഞ്ഞു കൊടുത്താൽ പിന്നെ കാലാകാലം അവരുമായി ശത്രുതയിലാണ്, മിണ്ടൂല. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക, സിഹർ ഉണ്ട്, അത് നമുക്ക് ഏൽക്കും. അത് സത്യമാവുന്നതോടൊപ്പം തന്നെ അതിന്റെ പേരിൽ അനാവശ്യമായിട്ടുള്ള ചില വസ്വാസുകളും എന്ത് രോഗം വന്നാലും അത് സിഹറാണ് എന്ന് ധരിച്ച് അതിൻ്റെതായ ആളുകളടുത്ത് പോയി അവന്റെ ജീവനും സ്വത്തും മാനഹാനിയും ഒക്കെ സംഭവിക്കുന്ന വാർത്തകളും ഇന്ന് നമ്മൾ ധാരാളമായി കേട്ടും കണ്ടും കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ചികിത്സാരികളെടുത്തും മറ്റും പോയി ഇന്ന ആളാണിത് ചെയ്തത് എന്ന് ഏതെങ്കിലും ഒരു ചികിത്സാരി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പിക്കുക, അയാൾ കള്ളനാണ്. ഒരു യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് സിഹർ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സിഹർ മാറ്റാനുള്ള വിശുദ്ധ ഖുർആനിലെ വചനങ്ങളോ നബിതങ്ങൾ പഠിപ്പിച്ചതായ ആയത്തുകളോ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇത് ഇന്ന ആള് ചെയ്തതാണ്, അത് അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെപ്പോഴും പ്രതിവിധി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് മാസത്തിലും ആഴ്ചയിലൊക്കെ ചെല്ലാൻ നിങ്ങളെ നിർബന്ധിപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ചികിത്സാരി പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബം ചെയ്തതാണ്, അയൽവാസി ചെയ്തതാണ്, അല്ല അങ്ങനത്തെ ആള് ചെയ്തതാണ് എന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കുക, അയാൾ കള്ളനാണ്, അയാൾ തട്ടിപ്പനാണ്. കാരണം നിങ്ങളുടെ ഈ രോഗം മാറി, പ്രയാസം മാറി നന്നാവുക എന്നതല്ല അയാളുടെ ലക്ഷ്യം. അയാൾക്ക് നല്ല ഒരു കസ്റ്റമറെ കിട്ടണം. അതിന് നിങ്ങളുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കി അയാളിലേക്ക് എപ്പോഴും ചെല്ലുന്ന ഒരാളെയാണ് അദ്ദേഹത്തിന് ആവശ്യമെന്ന് മനസ്സിലാക്കുക. അതല്ല, നമുക്ക് ചില വിഷമങ്ങൾ ഉണ്ടായി നമ്മളൊരു ചികിത്സാരിയെ കണ്ടു, അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ അപൂർവമാണ് സത്യസന്ധമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ. നമുക്ക് ഖുർആനിലെ ചില വചനങ്ങൾ പറഞ്ഞു തന്നു, അതോടത് മാറും. പിന്നെ നിങ്ങളെ ദൈനംദിന ജീവിതം, നിസ്കാരങ്ങൾ കറക്റ്റ് ചെയ്യണം, നിങ്ങൾ ദൈനംദിനമായി ചെയ്യേണ്ട ദിക്റ് സ്വലാത്തുകൾ നിങ്ങൾ കറക്റ്റായി കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞാൽ ഇനി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതം ഒന്ന് ഇസ്ലാമികമായി ചിട്ടപ്പെടുത്താനാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ അത് സത്യമാണ്, അതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതിലേക്കാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വന്ന ഒന്നിനെ കുറിച്ച് ചികിത്സിക്കുന്ന രീതിയല്ല ഞാൻ പറയുന്നത്. നമുക്കിത് വരാതിരിക്കാനുള്ള ഒരു കാര്യം എന്താണ്? അതാണല്ലോ, രോഗം വരാനല്ല, രോഗം വരാതിരിക്കാനുള്ള മാർഗമാണല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടത്. സിഹർ സത്യമാണ്, അതിലൂടെ ഉപദ്രവം ഉണ്ടാകും, അത് സത്യമാണ്. ഖുർആനും ഹദീസും നമുക്കത് പറയുന്നു. ഇനി അത് നമുക്ക് വരാതിരിക്കാൻ എന്താണ് കാരണം? പിശാചുക്കൾ, ജിന്നുകൾ ഇതൊക്കെ കായികമായിട്ടും നമ്മളെക്കാൾ ശക്തന്മാരാണെങ്കിലും അവർക്ക് നമ്മെ പേടിയാണ്. പക്ഷേ മനുഷ്യരാവും. ഒരു യഥാർത്ഥ മുസ്ലിം അവന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു ജിന്നിനും ഒരു പിശാചിനും ഒരു സിഹറിനും അവനെ അധീനപ്പെടുത്താൻ കഴിയില്ല. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക. എന്നെ പിശാചിന് കീഴ്പ്പെടുത്താൻ കഴിയില്ല, എന്നെ ഒരു ജിന്നിന് കീഴ്പ്പെടുത്താൻ കഴിയില്ല. എനിക്ക് ഒരാൾ സിഹർ ചെയ്താൽ അത് എനിക്ക് ഏൽക്കുകയില്ല. പിശാചിന് എന്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല.
അതിനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യണം. അതെന്താണ് പ്രൊട്ടക്ഷൻ? വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തത് 5 വഖ്ത് നിസ്കാരം നമ്മൾ കറക്റ്റ് ആയിട്ട് നിർവഹിക്കുക. ഒന്ന്, ആയത്തുൽ കുർസി നമ്മൾ പതിവായി ഓതുക. ആമനർ റസൂൽ നമ്മൾ പതിവായി ഓതുക. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യുക. നബി തങ്ങൾ പഠിപ്പിച്ച അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്നുപോലെയുള്ള ചില ദുആകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുക. ഒരു പിശാചിനും നമ്മുടെ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല. നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കാന യതഅവ്വദു മിനൽ ജാന്നി, ജിന്നുകളിൽ നിന്ന് നബി തങ്ങൾ കാവൽ തേടാറുണ്ടായിരുന്നു. ഹത്താ ഇദാ നസലത്തിൽ മുഅവ്വിദതാൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നീ 2 സൂറത്തുകൾ ഇറങ്ങുന്നത് വരെ. ഈ 2 സൂറത്തുകൾ ഇറങ്ങിയപ്പോൾ നബി തങ്ങൾ ഈ 2 സൂറത്തുകൾ ഓതുകയും ബാക്കിയുള്ള കാവൽ തേട്ടം അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. കാരണം ഈ പിശാചുക്കൾ നമ്മളിലേക്ക് വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഴയ കാലങ്ങളിലൊക്കെ ഓരോ വീടുകളിൽ വന്ന് ഖുർആൻ ഓതുന്ന ഒരു പതിവുണ്ടായിരുന്നു. പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. നാട്ടുമൊല്ലാക്ക എന്ന് പറഞ്ഞിട്ട് നാട്ടിലെ കുറച്ച് മൊല്ലാക്കാരുണ്ടാകും. അവര് ഓരോ ജോലി എന്താ, രാവിലെ പോയാ ഒരു 8-10 വീടുണ്ടാവും ഓരോ ആളുകൾക്ക്. ആ വീട്ടിൽ പോയി 1 ജുസോ 2 ജുസോ ഖുർആൻ ഓതുക. അതാണ് അവരുടെ പണി. ഇങ്ങനെ ഒരു പതിവുണ്ടായിരുന്നില്ലേ? ഓർക്കുണ്ടാവും പ്രായമുള്ള ആളുകൾ. ഇതിന്റെ ഒക്കെ ലക്ഷ്യം പിശാചുക്കൾ അകറ്റുക എന്നുള്ളതാണ്, ശൈത്താന്മാരെ ദൂരെയാക്കുക എന്നുള്ളതാണ്. ഇത് വീട്ടിൽ നിന്ന് വേണം. നബി തങ്ങൾ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഒരാഴ്ച മുമ്പ് നമ്മൾ സുബഹിക്ക് ഇവിടെ പറഞ്ഞതാണ്. ഇവിടെ പള്ളിയില് എന്താ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി വീട്ടിലേക്ക് കടന്നാൽ പിശാച് തന്റെ അനുയായികളോട് പറയും, ഇന്ന് നമുക്ക് ഈ വീട്ടിൽ പ്രവേശനം അടഞ്ഞിരിക്കുന്നു, നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം പിശാചിന് ബിസ്മില്ലോടത്ത് നിൽക്കാൻ പറ്റൂല. ഇനി അയാൾ വീട്ടിലെത്തി ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ, കേറിയ സമയത്ത് ബിസ്മിയും ചൊല്ലിയില്ല, വീട്ടിൽ കേറിയ സമയത്ത് ബിസ്മി ചൊല്ലാതെ കേറി ഇരുന്ന ശേഷം ഭക്ഷണം കഴിച്ചപ്പോ അപ്പോഴും ബിസ്മി ചൊല്ലിയില്ല എങ്കിൽ പിശാച് പറയും, നമുക്ക് ഇവിടെ താമസവും ഇന്ന് റെഡിയായി, ഈ വീട്ടിൽ നിന്ന് ഭക്ഷണവും റെഡിയായി എന്ന് പിശാച് തന്റെ അനുയായികളോട് പറയും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വീട്ടിൽ കയറുമ്പോ ബിസ്മി ചൊല്ലണം, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലണം. പിശാചിനെ അകറ്റാനുള്ള ഒരു വഴിയാണ്. ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നബിതങ്ങൾ പഠിപ്പിച്ച ഒരു രീതിയുണ്ട്. എണീക്കുമ്പോഴുള്ള ഒരു ദിക്ർ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. വാഹനം കയറുമ്പോൾ ഒരു ദിക്ർ, ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഒരു ദിക്ർ, അവിടുന്ന് വരുമ്പോഴുള്ള ഒരു ദിക്ർ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ദിക്ർ, വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ഒരു ദിക്ർ. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ഈ ദിക്റുകൾ ഒരു മനുഷ്യൻ ചൊല്ലുകയാണെങ്കിൽ ഒരിക്കലും ഒരു പിശാചിന് അവനിലേക്ക് എത്താൻ കഴിയില്ല. അവനെ സിഹ്ർ കൊണ്ട് ഉപദ്രവിക്കാൻ ഒരു പിശാചിന് കഴിയില്ല. ആയത്തുൽ കുർസി, ആമന റസൂൽ, യാസീൻ, ഇതൊക്കെ നമ്മൾ ഒരു ദിവസം പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നമ്മളെ ഒരു പിശാചിനും തൊടാൻ കഴിയില്ല. ഇതൊക്കെ പിശാചാകുന്ന ആ വലിയ രോഗം നമ്മളിലേക്ക് വരാതിരിക്കാനുള്ള ഗുളികകളാണ്, ടാബ്ലറ്റ്സുകളാണ്. ആയത്തുൽ കുർസി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. പനിക്കും ജലദോഷത്തിനും കഴിക്കുന്ന മരുന്ന് പോലെ തന്നെ ഈ ഒരു ജീവിതത്തിന്റെ ഒരു റൂട്ട് ഉണ്ടല്ലോ, ഈ ദിക്റിലൂടെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം. ഇത് ഒരു മനുഷ്യൻ കറക്റ്റായി പാലിച്ചാൽ ഏത് സിഹറിൽ നിന്നും അവന് രക്ഷ നേടാൻ കഴിയും. ഇതാണ് അതിനുള്ള മാർഗം, വരാതിരിക്കാനുള്ള മാർഗം. ഇത് ചെയ്താൽ പിന്നെ ഒരു പേടിയും പേടിക്കണ്ട.
ഇനിയുള്ള കാലഘട്ടം സിഹറിന്റെ കാലഘട്ടമാണ്. നിങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളല്ലേ പ്രിയപ്പെട്ടവരെ? ബ്ലാക്ക് മാജിക്, കൂടോത്രം, അതേപോലെ തന്നെ ചാത്തൻ സേവ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ കാണാം ഇന്ന് യൂട്യൂബിലൂടെ, ഒരുപാട് കാണാം. ആളുകൾ അതിലേക്ക് ആകർഷനായിക്കൊണ്ടിരിക്കുകയാണ്. ചീത്തയായ കാര്യത്തിന് പെട്ടെന്ന് ഫലം കിട്ടും, നാശത്തിന് അധികം ടൈം വേണ്ട, നന്മക്കാണ് കൂടുതൽ സമയം. അള്ളാഹുവിനോട് നമ്മൾ ഒരുപാട് ദുആർന്നു. അള്ളാഹു ചിലപ്പോ ആ ദുആ ഖൈറാണെങ്കിൽ മാത്രമേ ഉത്തരം തരുള്ളൂ, പെട്ടെന്ന് അത് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഒരു സേവാ കേന്ദ്രത്തിൽ പോയിട്ടാണെങ്കിലോ അത് പെട്ടെന്ന് നടക്കും. കാരണം അത് അവനെ ചീത്തയാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ 10 നില കെട്ടിടമാവാൻ ഒരുപാട് സമയമെടുക്കും. അത് നശിപ്പിക്കാനോ എല്ലാ പില്ലറിന്റെ അടുത്തും ബോംബ് കൊണ്ടുപോയി ഒരു സെക്കൻഡിൽ അത് നശിപ്പിക്കാൻ കഴിയും. ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വിഷം കുത്തിവെച്ചാൽ പെട്ടെന്ന് അവന്റെ ആരോഗ്യം ക്ഷയിക്കും. ആരോഗ്യം അവൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഒരുപാട് ടൈമുകൾ വേണം. ഇത് നമുക്കറിയാം. ഇത് തന്നെയാണ് പൈശാചികതയുടെയും ദൈവിക മാർഗത്തിലും സംഭവിക്കുന്നത്. ദൈവിക മാർഗത്തിൽ പോകുമ്പോ സാവധാനം, സാവകാശമാണ് അതിന്റെ റിസൾട്ട് കിട്ടുക. പൈശാചികതയിലേക്ക് പോകുമ്പോ വേഗം അതിന്റെ റിസൾട്ട് കിട്ടും, പക്ഷേ അത് സർവനാശമായിരിക്കും. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ സിഹറിന്റെയും മായാജാലത്തിന്റെയും ഒരു ലോകം നമുക്ക് വരുമ്പോ, അതിന്റെ വാതിലുകൾ നമുക്ക് തുറന്നു തരുമ്പോ, ഏറ്റവും വലിയ മാരണവിദ്യക്കാരനും സിഹറിനകാരനുമായ ദജ്ജാൽ വരാൻ ഇവിടെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു സാഹചര്യം ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പിശാചികളെയും ഇത്തരത്തിലുള്ള ദുശക്തികളെയും നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട മുൻകരുതലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. 5 വഖ്ത് നിസ്കാരം നമ്മൾ കറക്റ്റ് ആക്കുക. ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്യുക. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ആയത്തുൽ കുർസി ഓതൽ സുന്നത്തുണ്ട്. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും സുന്നത്തുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഞാൻ അതിൽ ഉറക്കോതാറുണ്ട്. പതുക്കെയാണ് ആയത്തുൽ കുർസിയും ദിക്റൊക്കെ ദുആകളൊക്കെ ചെയ്യേണ്ടത്. എന്നാൽ മറ്റുള്ള ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയും ആമീൻ പറയുമെന്ന ലക്ഷ്യമുണ്ടെങ്കിലൊക്കെ ഈ ദിക്ർ ദുആകൾ ഉറക്കയാക്കാം. അതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ അധികവും ജുമുഅക്ക് ഞാൻ ഈ ആയത്തുൽ കുർസിയും ആ ദിക്റും ദുആയൊക്കെ ഉറക്ക ചെല്ലുന്നത് അത് കേട്ട് നമ്മളൊക്കെ മനസ്സിലാക്കാനും ഒരു ഓർമ്മപ്പെടുത്തലിനും വേണ്ടിയാണ്. നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതുന്നു. ഒരു 3 ഖുൽ ഹുവല്ലാഹു ഫലക്കുനാസൊക്കെ നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ട് പോകുന്നതിന്റെ മുമ്പ് നമ്മൾ അങ്ങനെ ജീവിതത്തിൽ പതിവാക്കി നോക്കിയേ, ഒരു ഷർറും നമുക്ക് വരൂല. ഇതാണ് ഈ സിഹറും ശൈത്വാനും ജിന്നും ഒന്നും നമ്മളിലേക്ക് വരാതിരിക്കാനുള്ള വഴി എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പോ, ചെറിയൊരു രോഗം വരുമ്പോ ഇത് അയാൾ ചെയ്തതാണ്, അങ്ങോട്ട് പോണം, അവിടെ ചെന്ന ആള് പറയും ഇന്നാള് ചെയ്തതാണ്, പിന്നെ ആകെ വസ്വാസായി കവകുപയായി ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ പാടില്ല. പ്രൊട്ടക്ഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് വിശുദ്ധമായ ഖുർആനിന്റെ ഇത്തരം ആയത്തുകളും ഹദീസുകളും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ, 5 വഖ്ത് നിസ്കാരം നമ്മൾ കറക്റ്റ് ആവുക. ആയത്തുൽ കുർസി, ആമന റസൂൽ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഫലക്, നാസ്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഒരു ദിവസം പാരായണം ചെയ്ത് തുടങ്ങിയാൽ ഒരു പ്രയാസവും നമുക്ക് കേൾക്കുകയില്ല. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടി ഈ സിഹറും കൂടോത്രവുമായിരിക്കുന്ന ആളുകളെ സമീപിക്കലും അവരടുത്ത് പോകലും മറ്റൊരാൾക്ക് നമ്മൾ ഉപദ്രവം ചെയ്യാൻ വേണ്ടി അയാളെ ഏൽപ്പിക്കലും ഇതെല്ലാം കടുത്ത പാതകമാണ്, കടുത്ത തിന്മയാണ്. ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. വൻ പാപങ്ങളിൽപ്പെട്ട 2ാമത്തെ പാപമാണ് ഇത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.